ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയൽ നാളെ നടക്കാവുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാതെ വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴിട്ട് മുങ്ങാണ്. ആ സമയത്ത് കിരണ് കുറച്ചു നേരം തപ്പുന്നുണ്ടെങ്കിൽ കിരൺ അത് അറിയാത്തത് കൊണ്ട് തന്നെ കിരൺ തിരിച്ച് മുകളിലേക്ക് കയറി വരുമ്പോ വേലും രതീഷും ചോദിക്കുന്നുണ്ട് എന്തായും ചോദിക്കുമ്പോ അവനതെ വെള്ളത്തിലേക്ക് ചാടിയിടാം, മുങ്ങാങ്കുഴി ഇട്ട് പോയിട്ടുണ്ടാവും സാറേ എന്ന് വേലു പറയണേ. ഞാൻ അവനെ തെരഞ്ഞു പോയതാണ്. അയ്യോ സാർ അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അവനെങ്ങനെ സാറിന്റെ കാലിൽ പിടിച്ച് വലിച്ച് മുക്കിക്കൊന്നെങ്കിലോ. എടാ അവൻ എന്നെ കൊല്ലണ മുമ്പേ ഞാൻ അവനെ കൊന്നിട്ടേ ഞാൻ മരിക്കുള്ളൂ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഈ എത്രാമത്തെ പ്രാവശ്യമാണ് ഗംഗപ്രസാദ് എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മിസ്സായി പോണത്. ഈ പ്രാവശ്യമെങ്കിലും അവന്റെ ശവം കാണാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചാണ്. നമ്മൾ ഒരുമിച്ച് അന്വേഷിച്ചാൽ മതിയായിരുന്നു എന്ന് രതീഷ് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ രതീഷ് വേണ്ട, വാ നമുക്ക് എന്തായാലും തിരിച്ചു പോവാൻ സാറേ, പോയില്ലെങ്കിൽ ശരിയാവില്ല. അവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നാ പറയണത്. ശരി എങ്കിൽ നമുക്ക് തിരിച്ചു പോകാം എന്ന് കിരണും പറയണ്ട. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് അവര് പ്രകാശിനെ കണ്ടിട്ട് തിരിച്ചു പോകാന്നാണ് വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, കല്യാണം നടക്കുമെന്നും ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ടെന്നും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവര് നേരെ പ്രകാശിന്റെ അടുത്തേക്ക് ആദ്യം പോണത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന പ്രകാശിനോട് സമാധാനിപ്പിക്കേണ്ട, ഒരു കുഴപ്പമില്ല, കല്യാണമൊക്കെ നടക്കും. ദിലീപും വീട്ടുകാരും കല്യാണത്തിന് പിന്മാറിയിട്ടൊന്നുമില്ല. ദിലീപിന്റെ അച്ഛന്റെ സഞ്ചയനം കഴിയുമ്പോഴേക്കും തന്നെ കല്യാണം ചെറിയ രീതിയിൽ ജസ്റ്റ് രജിസ്റ്റർ ഓഫീസിൽ കെട്ട് മാത്രം ഒപ്പിട്ട് നിയമപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരാകുക, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തായാലും ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല. രാത്രി നമുക്ക് പ്രിയപ്പെട്ടവർക്ക് മാത്രം ഒരു ഫുഡ്, അത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ പ്രകാശനോട് പറഞ്ഞ് പ്രകാശനൊന്ന് സമാധാനപ്പെടുത്താട്ടോ. തിരിച്ച് വീട്ടിലേക്ക് കിരണും രതീഷും വേലും എത്തുന്നുണ്ട്. അവരെ കാണാതെ കല്യാണി ഓടി വരുന്നുണ്ട്. എന്താ കിരണേട്ടാ, എന്തു പറ്റി? അവനെ കണ്ടുപിടിക്കാൻ ഇതിൽ സാധിച്ചോ? കല്യാണി, ഈ പ്രാവശ്യം അവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. കല്യാണി, രക്ഷപ്പെട്ടെന്നോ? കിരീടൻ എന്തൊക്കെയാ പറഞ്ഞത്? ഈ പ്രാവശ്യം അവൻ രക്ഷപ്പെട്ടെന്നോ? അതേ കല്യാണി, അവന് എന്റെ കയ്യിൽ കിട്ടിയതാണ്. ഞങ്ങള് കാറിൽ പോണ സമയത്ത് ആരോ മതിൽ ചാടുന്ന പോലെ തോന്നി. ഹെൽമെറ്റ് വെച്ചിട്ടാ മതിൽ ചാടിയത്. ആ സമയത്ത് അത് ഗംഗപ്രസാദ് ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്തൊരു വശപ്പശക്ക് തോന്നിയത് കൊണ്ട് അയാളെ പുറകെ പോയതാണ്. പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവനെ പിടിക്കാൻ നോക്കി. അവന്റെ ഹെൽമെറ്റ് വലിച്ചൂരിയപ്പോഴാണ് ഗംഗപ്രസാദ് എന്ന് മനസ്സിലായത്. പക്ഷെ അവനൊരു വഴി എത്തിയപ്പോഴേക്കും ഏത് വഴിക്കാ പോയെന്ന് മനസ്സിലാതെ ഞങ്ങൾ 3 പേരും 3 വഴിക്ക് തിരയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പോയ വഴിക്ക് തന്നെ അവൻ അവിടെ ഉണ്ടായിരുന്നു. നേരെ ഒരു വെള്ളമായിരുന്നു, ആ കുളമായിരുന്നു. കുളത്തിലേക്ക് അവനെടുത്ത് ചാടുമായിരുന്നു. മുങ്ങാങ്കുഴിട്ട് അവൻ രക്ഷപ്പെട്ടു പോയി. ഞാൻ കുറെ തപ്പി, പിന്നെ കിട്ടിയില്ല കല്യാണി. ആകെ പ്രാന്ത് പിടിക്കാൻ, എനിക്ക് സമനില തെറ്റി, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ കല്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ ആകെ വിഷമിക്കുമ്പോഴേക്കും കല്യാണി പറഞ്ഞിട്ട്, കിരണേട്ടാ നോക്ക്, അവനെന്ന് പറഞ്ഞാല് ഇത് കിരണേട്ടൻ മാത്രം ഒരുപാട് പേര് അവനെ അന്വേഷിച്ചതുപോലെ തന്നെ പരക്കം പാഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ രക്ഷപ്പെട്ടവന് അവന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കിയിരുന്നേട്ടാ, അവൻ മരിക്കാൻ പോണത് ബാക്കി ആരും വിചാരിക്കാത്ത രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള മരണം തന്നെയായിരിക്കും അവനെ സംഭവിക്കുന്നുണ്ടാവാം. കിരണേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അവൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. എന്തായാലും സഞ്ചയനം കഴിയുമ്പോൾ കാർത്തികച്ചിയുടെ വിവാഹം നടത്താന്നല്ലേ തീരുമാനിച്ചേക്കണത്. അപ്പൊ തന്നെ നമുക്ക് വിവാഹവും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം വിവാഹത്തിന് എന്തായാലും അവൻ വരാതിരിക്കില്ലല്ലോ. വിവാഹമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ വരും. അവൻ ഏത് വേഷത്തിലും ഭാവത്തിലും വരും. രജിസ്റ്റർ ഓഫീസ് വെച്ച് രജിസ്റ്റർ മാരേജ്, അതായത് ഒപ്പിട്ട് മാരേജ് നടത്താന്നല്ലേ നമ്മൾ തീരുമാനിച്ച. ആ രജിസ്റ്റർ ഓഫീസിൽ ഏതെങ്കിലും വേഷത്തിലാണെങ്കിലും അവൻ വരും. അങ്ങനെ അവൻ വരുമ്പോഴേക്കും ആ സമയത്ത് നമുക്ക് അവൻ ഇല്ലാതാക്കാം. കല്യാണി, അവൻ മനുഷ്യ ബോംബിന്റെ രൂപത്തിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കിരണേട്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അവനെ ജീവിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അവൻ മനുഷ്യ ബോംബായിട്ട് വരും. അവന് മരിക്കാൻ പേടിയില്ലെന്നൊക്കെ അവൻ പറയുമ്പോഴും ജീവിക്കാനുള്ള ആവേശം അവന്റെ മനസ്സിലുള്ളതായിട്ടാ എനിക്ക് തോന്നിയത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, അവന്റെ ഒരു കൂട്ടാളി ഉണ്ടല്ലോ സ്റ്റെഫി, അവളൊന്ന് ജയിലിൽ പോയിട്ട് കാണണം. 2 വർത്താനം അവളുടെ മുഖത്ത് നോക്കി പറയണം. അവള് കാത്തിരിക്കുന്ന കാമുകൻ ഉടനെ തന്നെ മരിക്കുമെന്ന് പറയണം എന്നൊക്കെ പറയാണ് കല്യാണി. ശേഷം കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആകെ വിഷമമായിട്ടുണ്ട് കിരൺ പോണത്. അപ്പൊ കാർത്തിക പറഞ്ഞിട്ട്, പാവം കിരൺ, വേലുവിനും രതീഷ് ചേട്ടനൊക്കെ ഭയങ്കര വിഷമമായി. അവനെ കയ്യിൽ കിട്ടിട്ട് മിസ്സായാലും എന്ന് ആലോചിച്ചിട്ട്. അതുണ്ടാവില്ല കാർത്തിക ചേച്ചി. എന്നാലും അവന്റെ പോലത്തെ ഒരു ജന്മം. എത്രയോ മൃഗങ്ങൾ കാട്ടിലുണ്ട്, സിംഹം, പുലി, കടുവ, പാമ്പ്, മുതല. എന്നിട്ട് അവരാരും എന്താ ഇവനെ പിടിക്കാത്തത്? എത്ര പാവങ്ങളെയാ ഈ ചവിട്ടി ആന കൊല്ലണത്. അതിനൊരു ആന ഇവനെന്താ ചവിട്ടി കൊല്ലാത്തത് എന്നൊക്കെ കല്യാണി ചോദിക്കുമ്പോ അമല് പറയണ്ട, അതന്നെയാ ഞങ്ങൾക്കും മനസ്സിലാകുന്നത്. നമ്മുടെ കാട്ടില് ഇതുവരെ തെറ്റ് ചെയ്തവരാരും പുറത്തു പോയിട്ട് രക്ഷപ്പെട്ടില്ല ചേച്ചി. ആദ്യമായിട്ടാ ഇങ്ങനൊരുത്തൻ രക്ഷപ്പെടുന്നത്. അത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ എന്തോ വലിയൊരു പണി തന്നെ അവനെ കാട്ടു ദൈവങ്ങൾ കാത്തു വെച്ചിട്ടുണ്ട്. ഒരിക്കലും അവനെ ദൈവങ്ങൾ വെറുതെ വിടില്ല ചേച്ചി. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ, മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് അവൻ തെന്നി മാറി പോകുന്നുണ്ടാവാം. പക്ഷെ ദൈവത്തിന്റെ കണക്ക് ബുക്കിൽ അവൻ ആദ്യം തന്നെയുണ്ട്. അവൻ ഇല്ലാതാക്കും ദൈവം. അത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവൻ നരകിച്ച് വേദന എന്തെന്നറിഞ്ഞറിഞ്ഞ് അവൻ ഇതുവരെ കൊന്ന ആൾക്കാരുടെ മുഖമെല്ലാം മനസ്സിൽ വിചാരിച്ച് ആയിരിക്കും അവന്റെ മരണം.
എന്തായാലും വിഷമിക്കൊന്നുണ്ട് വേണ്ട ചേച്ചി. അവനെ കൈവിട്ട് പോയത് വേലുവേട്ടനും രതീഷേട്ടനും കിരണേട്ടനൊക്കെ ഭയങ്കര സങ്കടമാണ്. അവരെയൊക്കെ സമാധാനിപ്പിക്കണം എന്നൊക്കെ പറയാണ് അമലു. അതിനുശേഷം കല്യാണിയും അതുപോലെ തന്നെ അമലും കൂടി സംസാരിക്കട്ടെ. അപ്പൊ അമലു പറയും, കല്യാണിയും അമലു അല്ല, കല്യാണി കാർത്തിക കൂടി സംസാരിക്കുകയാണ്. കാർത്തിക പറയുന്നുണ്ട്, കല്യാണി അവൻ വെള്ളത്തിൽ ചാടി മുങ്ങി രക്ഷപ്പെട്ടെന്നല്ലേ കിരൺ പറഞ്ഞത്? എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, വെള്ളത്തിൽ അവൻ ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം പൊങ്ങുന്നത് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും അവൻ പൊങ്ങുന്നത്. എന്തായാലും വിശപ്പ് സഹിക്കാതെ അവൻ പുറത്തിറങ്ങുമല്ലോ ചേച്ചി. ആ സമയത്ത് ഏതെങ്കിലും ഒരാളുടെ കൈ കൊണ്ട് അവൻ മരിച്ചോളും എന്നൊക്കെ കല്യാണി പറയാണ്. അങ്ങനെ ഗംഗാപ്രസാദ് വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഏതോ വേസ്റ്റ് പിന്നീന്നോ അതോ അവിടുന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് എന്തോ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. അത് വലിച്ചു വാരി തിന്നതൊക്കെ ഉണ്ട് ഗംഗപ്രസാദ്. ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് ഗംഗ മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ് വരുന്നത്. അത് മാത്രല്ല നമ്മുടെ ദിലീപ് ആണെങ്കിൽ കിരണിനെ വിളിക്കുന്നുണ്ട്. അച്ഛന്റെ സഞ്ചയനം നാളെയാണ്, നാളെ കഴിഞ്ഞിട്ട് തന്നെ കാർത്തികിന്റെ വേണ്ടി വിവാഹം എന്തായാലും നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് പറയാണ്. ദിലീപ് പൂർണ്ണ മനസ്സോടെ തന്നെയല്ലേ, അമ്മയുടെ സമ്മതക്കുറവൊന്നും ഇല്ലല്ലോ. അമ്മ ഇപ്പൊ പൂർണ്ണ മനസ്സോടെ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഞാനും കാർത്തും കിരണും കല്യാണിയും അങ്ങനെ 2-3 പേര് മാത്രം സാക്ഷികൾക്ക് ഒപ്പിടാൻ വേണ്ടി മാത്രം പോയാൽ മതി. എന്റെ കൂട്ടുകാരൊന്നും വരുന്നൊന്നുമില്ല. കാരണം എല്ലാവരുമായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം. നമുക്ക് മാത്രം നേരെ പോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ സൈൻ ചെയ്യാം, അത്ര മാത്രം മതി. വൈകിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്നിട്ട് ജസ്റ്റ് ഒരു ഇത് അത്രയേ ഉള്ളൂ. അച്ഛൻ മരിച്ചോണ്ട് ആഘോഷമൊന്നും പാടില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ മതി കിരൺ എന്ന് പറയുമ്പോ കിരൺ പറയണ്ട, അതെ അത് തന്നെയാ നല്ലത്. അല്ല, അത് അവനെ പേടിച്ചോണ്ട് മാത്രമല്ല, എന്തായാലും നിങ്ങളുടെ വിവാഹം ഒരു പ്രാവശ്യം ഉറപ്പിച്ചതാണ്. അത് ഒരു കാരണം കൊണ്ട് മുടങ്ങിപ്പോയി. പക്ഷെ എങ്കിലും എത്രയും നല്ലൊരു അടുത്ത മുഹൂർത്തം തന്നെ വിവാഹം നടത്തന്നെയാ നല്ലത് എന്ന് കിരണും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാർത്തികയുടെ ദിലീപിന്റെ വിവാഹാട്ട അടുത്തത് നമ്മൾ കാണാൻ വേണ്ടി പോണത്. ഇതറിയുന്ന ഗംഗപ്രസാദ് ഏത് മുക്കിലും മൂലക്കൊളിച്ചാലും ആ വിവാഹം എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ എത്തുക മാത്രമല്ല, ഗംഗപ്രസാദിന്റെ മരണം ആരുടെ കൈ കൊണ്ടാന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ലക്ഷ്മിയമ്മയുടെ കൈ കൊണ്ടിട്ടായിരിക്കും. അവർക്കാണല്ലോ ഗംഗപ്രസാദിന് ഏറ്റവും കൂടുതൽ ദേഷ്യവും ഇത് കാര്യങ്ങളൊക്കെ ഉള്ളത്. കാരണം അവരാണല്ലോ ഏറ്റവും കൂടുതൽ അനുഭവിച്ചേക്കുന്നത്. അപ്പൊ അവര് തന്നെയായിരിക്കും ഗംഗേനെ കൊല്ലുന്നുണ്ടാവുക. പിന്നെ അവര് കൊന്ന വലിയ കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഇത്രയും പ്രായമായി, അവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ. അവര് ജയിലിൽ കിടന്നാണ് ചന്ദ്രസേനും കിരണൊക്കെ പുഷ്പം പോലെ പുറത്തേക്ക് ഇറക്കും. മാത്രല്ല നമ്മുടെ എന്താണ് ഗംഗപ്രസാദിനെ കൊന്നെന്ന് പറഞ്ഞിട്ട് ആരും ജയിലിലിടാനും പോകുന്നില്ല. കാരണം അയാളുടെ തലക്ക് വില പറഞ്ഞിരിക്കുകയാണല്ലോ. പിന്നെ എങ്ങനെ ജയിലിലിടാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ആ തലക്ക് പറഞ്ഞിരിക്കുന്ന വില അത് അങ്ങനെ തന്നെ കിട്ടാനാണ് ചാൻസ്. അതുകൊണ്ട് അത് ആർക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഗംഗപ്രസാദ് മരിക്കുക തന്നെ ചെയ്യും. അത് ഈ ആഴ്ച തന്നെ മരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഗംഗപ്രസാദ് ഇനി വലിയ ആയുസ്സും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ കാർത്തികയുടെയും അതുപോലെ തന്നെ ദിലീപിന്റെ വിവാഹം ശരിക്കും പറഞ്ഞാൽ അവര് ചെറിയ ഒപ്പിടല് മാത്രമേ നടത്തുന്നുള്ളൂ കേട്ടോ. ഒപ്പിടല് മാത്രമല്ല, ആ കാര്യം വേറെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഗംഗപ്രസാദ് പോലും അറിയണത് ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത്. അത് അറിയുമ്പോഴേക്കും ഗംഗക്കാകെ ഭ്രാന്ത് പിടിച്ചിട്ടാണ് അവരെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അങ്ങനെ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഗപ്രസാദിന്റെ മരണവും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോണത്. എന്തായാലും ഗംഗയുടെ മരണം കാർത്തികയുടെ വിവാഹം ഒരേ സമയം തന്നെയായിരിക്കും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. ഇന്നത്തെ പ്രൊമോ വളരെ കുഞ്ഞു പ്രൊമോ ആയിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.